എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എനിക്ക് മെറിറ്റ് ഡെസ്റ്റിനേഷൻ കിട്ടിയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് അസൈൻമെന്റ്സ് എക്സാംസ് ഇവിടെ ചെയ്യാം, എങ്ങനെ അത് ഫേസ് ചെയ്യാമെന്ന് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. സോ ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ലൈക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. സോ എന്താ പറയുക, അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ UK അസൈൻമെന്റ്സ് അല്ലെങ്കിൽ എക്സാംസ്, ഓക്കെ ഞാൻ അസൈൻമെന്റ് ഫസ്റ്റ് പറയാം. അസൈൻമെന്റ് ചെയ്യാന്ന് പറയുന്നത് സോ ആക്ച്വലി അത് ഈസിയാണ്. ഭയങ്കര എന്താ പറയുക, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചിലപ്പം ആ ഒരു പെർട്ടിക്കുലർ ആസ്ക് മനസ്സിലാവാനുള്ള ടൈം, അതാണ് നമുക്ക് കുറച്ച് അതെന്താണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്ന് ചിലപ്പം ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ടൈമാണ് നമുക്ക് പലപ്പോഴും കുറച്ച് ടൈമായിട്ട് എടുക്കുന്നത്. അത് എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. ഞാൻ ചെയ്ത കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു അസൈൻമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ, പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തത് അത് വായിച്ച് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ, എന്താണ് ഒരു ആസ്ക് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും ഫസ്റ്റ് ശ്രമിക്കാറ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തുക. അതാണ് ഏറ്റവും ഫസ്റ്റ് ആയി ചെയ്യേണ്ട കാര്യം. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ട്, പ്രൊഫസർ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി പ്രൊഫസറോട് ചോദിക്കാം. സോ ഇവിടെ എല്ലാ പ്രൊഫസേഴ്സും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവർ റെഡിയാണ്. എന്താണ് അവർക്ക് വേണ്ടത് അവർ പറഞ്ഞുതരും. എങ്ങനെ ചെയ്യണം എന്നവർ പറയില്ല ഒബ്വിയസ്ലി, പക്ഷെ എന്താണ് അവർക്ക് വേണ്ടത്, ഏത് വേയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും എന്ന് വേണേൽ അവർ പറഞ്ഞുതരും. ചില ഡിഫറെന്റ് പ്രൊഫസേഴ്സ് ആണ്. ചിലർ പറയും അത്രയും പറയും, ചിലർ അത്രയും പറയും, പക്ഷെ കുറേവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി ഇത് ചെയ്ത് നോക്കുക എന്നൊക്കെ നമുക്ക് ക്ലൂ ഒക്കെ തരും. അപ്പം നിങ്ങൾ പോയി ചോദിക്കുക, അതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. പോയി ചോദിച്ച് മനസ്സിലാക്കുക എന്താണ് എന്നുള്ളത്. വൺസ് ഐ ഗെറ്റ് എ ഫുൾ പിക്ചർ, കംപ്ലീറ്റ് ഐഡിയ എനിക്ക് കിട്ടി, എന്താണ് എനിക്ക് വേണ്ടത് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ ഐ റീഡ് ദ ക്വസ്റ്റ്യൻ വാട്ട് എവർ ഇറ്റ് ഈസ്. അതിൻ്റെ കറക്റ്റായിട്ട് ജേർണൽ പേപ്പേഴ്സ് കണ്ടുപിടിക്കാം. ജേർണൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ജേർണൽ പേപ്പേഴ്സ്, അതിൻ്റെ റെലവൻ്റ് ആർട്ടിക്കിൾസ് കണ്ടുപിടിക്കാം. സോ ഞാൻ യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഗൂഗിൾ സ്കോളാർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ ലൈബ്രറി ഉണ്ട്, ഓൺലൈൻ ലൈബ്രറി ഉണ്ട്. ഈ ഓൺലൈൻ ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് നല്ല ട്രസ്റ്റ് വർത്തി ആയിരിക്കും. കാരണം ഇപ്പോൾ ജേർണൽ ആർട്ടിക്കിൾസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ജേർണൽ ആർട്ടിക്കിൾസ് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. സോ ജേർണൽസ് എപ്പോഴും ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, പിയർ റിവ്യൂഡ് ജേർണൽസ് ആയിരിക്കണം. എല്ലാ യൂണിവേഴ്സിറ്റീസും പിയർ റിവ്യൂഡ് ജേർണൽസ് ആണ് ചോദിക്കുന്നത്. സോ ചിലപ്പോൾ ഗൂഗിൾ സ്കോളറിൽ നല്ല ജേർണൽസ് കിട്ടും, ഇല്ലാന്നല്ല, പക്ഷെ പലപ്പോഴും ചില ജേർണൽസ് ഒന്നും പിയർ റിവ്യൂഡ് ആയിരിക്കില്ല. സോ എപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിറ്റി ലൈബ്രറി നോക്കുക. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലുള്ള ജേർണൽസ് എല്ലാം പിയർ റിവ്യൂഡ് ആയിരിക്കും. സോ അതൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എപ്പോഴും പിയർ റിവ്യൂഡ് ജേർണൽസ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ബുക്സ് ആണെങ്കിലും, ബുക്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ബുക്സ് നമുക്ക് റെഫർ ചെയ്യാം, കാരണം ബുക്സൊക്കെ എന്താ പറയുക, ട്രസ്റ്റ് വർത്തിയാണ്. അതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഈ ജേർണൽ ആർട്ടിക്കിൾസ് എടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹെഡിങ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ഡെസർട്ടേഷൻ ചെയ്യുമ്പം എൻ്റെ ഡെസർട്ടേഷൻ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പയറിങ് സെക്കൻഡ് ഹാൻഡ് ആൻഡ് റെൻ്റൽ കൺസ്യൂമറിസം, എ സ്റ്റഡി ഓഫ് എത്തിക്കൽ ഫാഷൻ ത്രൂ തിയറി ഓഫ് പ്ലാൻ ബിഹേവിയർ ഇൻ ജെൻസി ഇൻ സ്കോട്ട്ലൻഡ്. സോ കുറച്ച് വലിയ ടോപ്പിക്കാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും കീവേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒബിയസ്ലി സെക്കൻഡ് ഹാൻഡ് കൺസ്യൂമറിസം, റെൻ്റൽ കൺസ്യൂമറിസം, എത്തിക്കൽ ഫാഷൻ, തിയറി ഓഫ് പ്ലാൻ ബിഹേവിയർ. ഇതാണ് ഏറ്റവും കീ ആയിട്ടുള്ള കീ വേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ജെൻസി, സ്കോട്ട്ലാൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് കീ വേർഡ്സ്. അപ്പം നിങ്ങളിപ്പോൾ ജേർണൽ ആർട്ടിക്കിൾ സെർച്ച് ചെയ്യുമ്പോൾ ഞാനെപ്പോഴും എൻ്റെ യൂണി ലൈബ്രറിയിൽ പോയിട്ടാണ് ചെക്ക് ചെയ്യാറ്. എപ്പോഴും കീ വേർഡ്സ് അടിച്ചു കൊടുക്കും. ഇങ്ങനെ 2 കീ വേർഡ്സ് എപ്പോഴും എൻ്റെ ഡെസർട്ടേഷനിൽ ഈ 3 കീവേഡ്സ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് കൺസ്യൂമറിസം, സെൻട്രൽ കൺസ്യൂമറിസം, തിയറി ഓഫ് പ്ലാൻ ബിഹേവിയർ. ഇത് 3 ഇന്റർ കണക്റ്റഡ് ആയിരുന്നു. കാരണം എൻ്റെ ഡെസർട്ടേഷൻ ഭയങ്കര തിയറി ഫോക്കസ്ഡ് ആണ്. തിയറി ഓഫ് പ്ലാൻ ബിഹേവിയർ എന്ന് പറഞ്ഞൊരു തിയറിയാണ്, തിയറി ഓഫ് പ്ലാൻ ബിഹേവിയർ. ആ ഒരു തിയറി ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തൊരു റിസർച്ച് ആയിരുന്നു. സോ ഒബിയസ്ലി ഇന്റർ കണക്റ്റഡ് ആണ്. എന്നുവെച്ചാൽ ഏത് ടോപ്പിക് ആണെങ്കിലും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും അത്. അപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കീവേഡ്സ് കണ്ടുപിടിക്കുക. ആ കീവേഡ്സ് വെച്ചിട്ട് നിങ്ങൾ ജേർണൽസ് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരുപാട് ജേർണൽസ് കിട്ടും. ഒബിയസ്ലി ഒരുപാട് ജേർണൽസ് കിട്ടും. അതൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. കാരണം ഇനി ലോട്ട് ഓഫ് ജേർണൽസ്. ഇപ്പം നമുക്കൊരു അസൈൻമെന്റ് കിട്ടുവാണെങ്കിൽ ഒബിയസ്ലി അത് 2000 വേർഡ്സ് അല്ലെങ്കിൽ 2500 വേർഡ്സ് അസൈൻമെന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പം ഒരു 2500 വേർഡ്സ് അസൈൻമെന്റിന് യൂഷ്വലി പ്രൊഫസേഴ്സ് പറയുന്നത് ഒരു മിനിമം 30 റെഫറൻസ് എങ്കിലും കൊടുക്കണം എന്നാണ്. 30 to 40, 50 റെഫറൻസ് എന്നാണ് അവർ ചോദിക്കുന്നത്.
സോ എത്രമാത്രം റെഫറൻസ്ഡ് ആണ് നിങ്ങളെ ഫൈനൽ പ്രൊഡക്റ്റ്, അത്രമാത്രം അത് എന്താണ് ഹൈ ക്വാളിറ്റി എന്നാണ് അർത്ഥം. നല്ല ഹെവിലി റെഫറൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എപ്പോഴും നല്ല നല്ല റിച്ച് കോണ്ടന്റ് ഉള്ളതായിരിക്കും, മനസ്സിലായില്ല. സോ ഇതിൽ ഇത്രയും നമുക്കൊരു കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ വായിക്കും, അബ്സ്ട്രാക്ട് വായിക്കും, കൺക്ലൂഷൻ വായിക്കും. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും ആ ഒരു ആർട്ടിക്കിളിൽ എന്താണ് പറയുന്നത്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ചില ആർട്ടിക്കിൾസ് ഒക്കെ ഭയങ്കര 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 അടിപൊളിയായിരിക്കും. നമുക്ക് അത്രയും വായിക്കുന്നവർക്ക് മനസ്സിലാവും, ഓക്കെ ഫൈൻ, ഇത് നല്ല കോണ്ടന്റ് ഉള്ളതാണ്, നമുക്ക് നല്ല ഇൻഫർമേഷൻ നിന്ന് കിട്ടും, ഡേറ്റയിൽ നിന്ന് കിട്ടുമെന്ന് നോക്കുവാണെങ്കിൽ അത് നേരെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ചിലതൊക്കെ ഭയങ്കര 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 വേസ്റ്റ് ആയിരിക്കും, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ചിലപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇപ്പം 10 ആർട്ടിക്കിൾസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അതിനൊരു 3-4 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ബാക്കി 6 ഞാൻ തട്ടിക്കളയും. ചിലപ്പോൾ അത് ഭയങ്കര വേർത്ത്ലെസ് ആയിരിക്കും. ഐ മീൻ ആർട്ടിക്കിൾസ് നല്ലതായിരിക്കും, പക്ഷെ എനിക്ക് വേണ്ട സാധനം അതിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, നമുക്കൊപ്പം വേണ്ട അത്ര ആർട്ടിക്കിൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ആർട്ടിക്കിൾസ് വേണ്ട എല്ലാ ഇൻഫർമേഷനും കിട്ടിയെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ഓബിയസ്ലി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഇപ്പം നമ്മുടെ ആർട്ടിക്കിൾ കിട്ടി, ആ ആർട്ടിക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പെർട്ടിക്കുലർ ചില സമയത്ത് ചില ആർട്ടിക്കിൾസ് ഉണ്ടാവും, അതിന് നമുക്ക് നല്ല റിച്ച് കോണ്ടന്റ് കിട്ടും. അപ്പോൾ ഈ കോണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോണ്ടന്റ് എടുത്ത് നേരെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. എപ്പോഴും നമ്മളത് വായിച്ച് പാരഫ്രൈസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു യു ഷുഡ് റൈറ്റ് ദാറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. സോ എപ്പോഴും അത് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വായിച്ച് നമ്മുടേതായ വേർഡ്സിൽ നമ്മൾ എഴുതുക. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മളത് റെഫറൻസ് ചെയ്യണം ഓബിയസ്ലി, കാരണം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വേർഡ്സ് എവിടെ നിന്നാണോ എടുത്തത് അവരെ നമ്മൾ റെഫറൻസ് ചെയ്യണം. അത് റെഫറൻസിങ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഹാർവർഡ് റെഫറൻസിങ് ആണ് UK മോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെയ്തൊരു മണ്ടത്തരവും അതുപോലെ തന്നെ ഞാൻ പിന്നെ ശരിയാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, ആദ്യമൊക്കെ ഞാൻ റെഫറൻസസ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എഴുതി തുടങ്ങി കഴിഞ്ഞ ഇൻട്രൊഡക്ഷനൊക്കെ എസ്പെഷ്യലി എൻ്റെ ഫസ്റ്റ് അസൈൻമെന്റ് ഞാൻ ഫുൾ ഇൻട്രൊഡക്ഷൻ മൊത്തം എഴുതി വെച്ചു, റെഫറൻസ് ഒക്കെ എടുത്തു എഴുതി വെച്ചു. റെഫറൻസ് ചെയ്യേണ്ട കാര്യം ഞാൻ അപ്പം റെഫറൻസ് ചെയ്തില്ല, ഞാനത് ഞാൻ പാരഫ്രൈസ് ചെയ്ത് എഴുതി വെച്ചു. അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഞാൻ നോക്കുമ്പോൾ ഈ പെർട്ടിക്കുലർ ലൈൻ എവിടെ നിന്ന് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ അത് പിന്നെ ലാസ്റ്റ് എനിക്ക് ഒന്നും കൂടി മൊത്തം റീഡ് ചെയ്യേണ്ട ആവശ്യം വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു പെർട്ടിക്കുലർ കോണ്ടന്റ് ഒരു പെർട്ടിക്കുലർ പേപ്പർ നിന്ന് എടുക്കുമ്പം അത് സ്പോട്ടിൽ അപ്പം റെഫറൻസ് ചെയ്യാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഇവിടെ ഒരു പറയുന്നത് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ലൈന് അത് നിങ്ങളതല്ലെങ്കിൽ നമ്മളെ സ്വന്തം നമ്മൾ പറഞ്ഞ ലൈൻ അല്ലെങ്കിൽ അത് റെഫറൻസ് ചെയ്യണമെന്നാണ്. അപ്പോൾ നിങ്ങൾ വേറെ എവിടുന്ന് എന്ത് ലൈൻ എടുത്താലും എന്തെടുത്താലും അത് റെഫറൻസ് ചെയ്തിരിക്കണം. എപ്പോഴും നമ്മൾ ഹാർവർഡ് റെഫറൻസ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ റെഫറൻസ് ചെയ്യാൻ യൂസ് ചെയ്തത് സൈറ്റ് ദിസ് ഫോമി എന്നൊക്കെ ഒരുപാട് വെബ്സൈറ്റൊക്കെ കേട്ടിട്ടുണ്ട്, സൈറ്റ് ദിസ് ഫോമിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള. ഞാൻ വേർഡാണ് യൂസ് ചെയ്തത് റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ എൻറ്റയർ അസൈൻമെൻറ്റ്സും അത് ഇൻക്ലൂഡിങ് മൈ ഡെസിറ്റേഷൻ ഞാൻ വേർഡ് യൂസ് ചെയ്തിട്ടാണ് റെഫറൻസ് ചെയ്തത്. എൻനോട്ട് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ റെഫറൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻനോട്ട് വെച്ചിട്ടൊക്കെ. വേർഡിൽ റെഫറൻസ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്, നിങ്ങൾ തന്നെ മാനുവലി നിങ്ങൾ എല്ലാം ടൈപ്പ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, യു നോ ദാറ്റ് നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ് കറക്റ്റാണ്, ഐ മീൻ നിങ്ങൾ ആ ഓത്തറിൻ്റെ പേരും ഇയറും ഒക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് റീചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം യു നോ ദാറ്റ് അത് കറക്റ്റാണെന്നുള്ളത്. ഞാൻ വേർഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. വേർഡ് തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ റെഫറൻസിങ് എന്നൊരു ഓപ്ഷൻ വേർഡിലുണ്ട്, അതിൽ പോയി നിങ്ങൾക്ക് ഹാർവർഡ് റെഫറൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്കാണെങ്കിൽ ബുക്കിന് വേറെ ടൈപ്പ് റെഫറൻസിങ്, ജേർണൽ ആർട്ടിക്കിൾ റെഫറൻസ് ചെയ്യുമ്പോൾ അതിനൊരു വേറെ സ്റ്റൈലുണ്ട്, വെബ്സൈറ്റ് ചെയ്യുമ്പോൾ അതിന് സ്റ്റൈലുണ്ട്. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അത് ഓരോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ അവർ ചോദിക്കുന്ന കാര്യം ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ നിങ്ങൾക്ക് സൈറ്റ് ദിസ് ഫോമി അതുപോലെ തന്നെ എൻനോട്ട് ഇത് രണ്ടും യൂസ് ചെയ്യാം. ഇത് രണ്ടും യൂസ് ചെയ്തിട്ടുള്ളവരെ എനിക്കറിയാം. സോ അതും അങ്ങനെ യൂസ് ചെയ്യാം. സോ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ എപ്പോഴും റെഫറൻസ് ചെയ്യുമ്പം അപ്പം റെഫറൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ യൂഷ്വലി എടുക്കുന്ന ജേർണൽസൊക്കെ അപ്പം ഞാൻ എൻ്റെ വേർഡ്സിലേക്ക് എഴുതാൻ ശ്രമിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ എഴുതി കഴിഞ്ഞാലും പിന്നെ ഞാൻ ഒന്നുകൂടി ഞാൻ പാരഫ്രൈസ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ഇപ്പം നമ്മളെ വേർഡ്സിൽ എഴുതിയാലും ഒബിയസ്ലി നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി മറിച്ച് കയറി എഴുതുന്നുണ്ടാവുക. പക്ഷെ അത് നമുക്ക് പ്ലേജറിസം അടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം പാരഫ്രൈസിങ് കറക്റ്റ് അല്ലെങ്കിൽ. ഞാനിപ്പം എൻ്റെ വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ അതൊന്നും കൂടി പാരഫ്രൈസ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താ വെച്ചാൽ ചാറ്റ് GPT ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ അതിൽ പോയിട്ട് ഈ ടോപ്പിക് അടിച്ചിട്ട് ഇതിൻ്റെ ജേർണൽ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ നിൽക്കരുത്. അതല്ല, നിങ്ങളെ കോണ്ടന്റ് നിങ്ങൾ കറക്റ്റായി ഉണ്ടാക്കിയ കോണ്ടന്റ്, നിങ്ങളെ സ്വന്തം കോണ്ടന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ AI യൂസ് ചെയ്യാം. വൈ നോട്ട്? കാരണം ഇങ്ങനത്തെ AIs ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ. ഇപ്പം ഓബിയസ്ലി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉള്ളപ്പം നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലാണ് നമുക്ക് മാർക്ക് ഉണ്ടാവാതിരിക്കുക. നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, അല്ലാണ്ട് ബ്ലൈൻഡ് ചീറ്റിംഗ് ചെയ്യാതിരിക്കുക. സോ അതല്ലാണ്ട് യൂസ് ചെയ്തൊരു കാര്യത്തിൽ ക്വിൽബോൾട്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണ്.
അത് പാരഫ്രൈസിങ്ങിന് പറ്റിയ നല്ലൊരു ആപ്പാണ്. കാരണം ഒരു അസൈൻമെൻ്റ് എന്ന് പറയുമ്പം മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് പല ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് എടുത്ത് കൊണ്ടിടുകയാണ്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അതെടുത്ത് നമ്മൾ നേരെ നമ്മൾ ഡോക്യുമെൻറ്റിൽ കൊണ്ടിട്ടു. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഷുഡ് മേക്ക് സെൻസ്. സോ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരുപാട് ജേണൽ ആർട്ടിക്കിൾസ് കിട്ടി, ഒരുപാട് റെഫറൻസിങ് ഒക്കെ എടുത്തു. സോ ഓബിയസ്ലി റെഫറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയാൻ വിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ജേണൽ ആർട്ടിക്കിൾസ് കിട്ടും. എന്ന് വെച്ചാൽ നല്ല കുഴപ്പമില്ലാത്ത ജേണൽ നിങ്ങൾക്ക് വേണ്ട കോണ്ടന്റ് ഉള്ള ആർട്ടിക്കിൾസ് കിട്ടും. നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല എടുക്കാൻ പറ്റും. ആ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് തീരെ ഭയങ്കര മോശം ആർട്ടിക്കിൾ കിട്ടും, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇന്ന് എടുക്കാൻ പറ്റും. ചില സമയത്ത് നിങ്ങൾക്ക് ലക്കിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ആർട്ടിക്കിൾസ് കിട്ടും. ഐ മീൻ ഭയങ്കര റിച്ച് കോണ്ടന്റ് ഉള്ളത്. എന്ന് വെച്ചാൽ ലിറ്ററലി ആ ആർട്ടിക്കിളിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഉണ്ട്. സോ ബിക്കോസ് ഞാൻ പലപ്പോഴും അങ്ങനത്തെ ആർട്ടിക്കിൾ ഒരുപാട് തപ്പി പിടിക്കും. കാരണം എനിക്ക് പലപ്പോഴും പല അസൈൻമെൻറ്റ്സ് ചെയ്തപ്പോഴും എനിക്ക് അങ്ങനത്തെ ആർട്ടിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ അങ്ങനത്തെ ആർട്ടിക്കിൾസ് നോക്കി നടന്നിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി നല്ല കുറേ കോണ്ടന്റ് ഉള്ള ചിലപ്പോഴൊന്നും കിട്ടാറില്ല. പക്ഷെ ചില സമയത്ത് ലക്കിയാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ആർട്ടിക്കിൾസ് കിട്ടും. പക്ഷെ നമുക്ക് വേണ്ട എന്താണോ അത് ഫുൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ആർട്ടിക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങനത്തെ ആർട്ടിക്കിളും ആയിക്കോട്ടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ ആ ആർട്ടിക്കിൾ എടുത്തിട്ട് ബാക്ക് റെഫറൻസ് ചെയ്യുക. ഭയങ്കര ഇമ്പോർട്ടൻറ്റും നിങ്ങൾക്ക് ഒരുപാട് റെഫറൻസസ് കിട്ടാവുന്നതേ ഒരു കാര്യമാണ് ബാക്ക് റെഫറൻസിങ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ കിട്ടി, അതിന് നിങ്ങൾക്ക് നല്ല അടിപൊളിയായ പെർട്ടിക്കുലർ പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫിൽ നിങ്ങൾക്ക് വേണ്ട ഭയങ്കര റിച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറേ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പാരഗ്രാഫിൽ ആ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ വേറെ ഒരുപാട് പേര് റെഫറൻസ് ചെയ്തിട്ടുണ്ടാവും. ഗോ ടു ദാറ്റ് റെഫറൻസസ്. ആ റെഫറൻസിലോട്ട് പോവുക. ആരാണത് ആദ്യം പറഞ്ഞത്, എന്നിട്ട് അവർ പറഞ്ഞ കാര്യം പറയുക. അവർ പറഞ്ഞ കാര്യം എന്താണോ അത് നിങ്ങൾ വായിക്കുക. ആ ഒരു പെർട്ടിക്കുലർ പേപ്പേഴ്സ് വായിക്കുക. അവർ പറഞ്ഞ കാര്യം നിങ്ങൾ പാരഫ്രൈസ് ചെയ്ത് പറയുക. എന്നിട്ട് ആ പേപ്പർ റെഫറൻസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ അവിടെ സേവ് ആയി കിട്ടും. പകരം നിങ്ങൾക്ക് ആ പേപ്പർ റെഫറൻസ്, അപ്പോൾ ബാക്ക് റെഫറൻസ് ചെയ്യാം. പിന്നെയും ബാക്കോട്ട് പോകട്ടോ. യു ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക്. പക്ഷേ എപ്പോഴും ഒരുപാട് പഴയതിലോട്ട് പോകാൻ പാടില്ല. കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ പുതിയ പേപ്പേഴ്സ് എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ യു ക്യാൻ ഗോ. നിങ്ങൾക്ക് ഒരു പഴയതിലോട്ട് പോകാം. എന്ന് വെച്ചാൽ ഫുൾ പഴയതാവാൻ പാടില്ല എന്നുള്ളൂ. റെലവൻറ്റ് പുതിയ പേപ്പേഴ്സ് എടുക്കുന്നതാണ് എപ്പോഴും സേഫർ ഓപ്ഷൻ. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് ബാക്ക് റെഫറൻസ് ചെയ്തിട്ട് നമുക്ക് ബാക്കോട്ട് പോകാം. പക്ഷേ നല്ലൊരു കാര്യമാണ് എപ്പോഴും ഗോ ഫോർ ബാക്ക് റെഫറൻസിങ്. ഒരുപാട് റെഫറൻസസ് കിട്ടാനും ഒരുപാട് പേപ്പേഴ്സ് സേവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾക്ക് പിന്നെ ഒരു പെർട്ടിക്കുലർ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേപ്പർ നിങ്ങൾക്ക് ഒന്നുകൂടി റെഫറൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ, കാരണം ഞാൻ പലപ്പോഴും ഒരു പെർട്ടിക്കുലർ നല്ല പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് തന്നെ ഒരു 10 റെഫറൻസെങ്കിലും ഒരു 5 or 6 റെഫറൻസെങ്കിലും ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്. കാരണം പലപ്പോഴും ബാക്ക് റെഫറൻസ് ചെയ്തിട്ട് പല കാര്യത്തിലും അത് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. പിന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ എപ്പോഴും നമ്മൾ ഇത് റെഫറൻസിങ്ങും പാരഫ്രൈസിങ്ങും ഓക്കെ കഴിഞ്ഞാൽ ഈ എഴുതി വെച്ച കാര്യം മേക്ക് സെൻസ്. ജസ്റ്റ് ഓൾവേസ് ചെക്ക് ഇറ്റ് മേക്ക് സെൻസ്. ഈ എഴുതിയ സാധനം വായിക്കുമ്പോൾ ഓക്കെ ഫൈൻ, ഒരു ബ്രേക്ക് വരുന്നില്ല. കാരണം ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പെട്ടെന്ന് എന്തോ എടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് കിട്ടുമെന്ന് തോന്നരുത്. കാരണം ഇതൊരു സ്റ്റോറി പോലെ പറഞ്ഞു പോകണം. ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ആണെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ആ ബോഡി പറഞ്ഞാൽ ഒരു സ്റ്റോറി പോലെ അതങ്ങ് പോകണം. പ്രൂഫ് റീഡ് ചെയ്യുക. ഈ എഴുതിയ സാധനങ്ങൾ ഒക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം ഗ്രാമറാണ്. എപ്പോഴും ഗ്രാമാറ്റിക്കൽ എറേഴ്സ് നമുക്ക് ഒരുപാട് വരാറുണ്ട്. ഒബ്വിയസ്ലി എനിക്ക് വരാറുണ്ട്. സോ ഞാൻ യൂസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തൊരു കാര്യം ഒരു ആപ്പാണ് ഗ്രാമർലി എന്ന് പറഞ്ഞത്. ഗ്രാമർലി എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇത് ഫ്രീയും പ്രീമിയം ഒക്കെ ഉണ്ട് കേട്ടോ. സോ അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആ ഒരു എഴുതി വെച്ച കോണ്ടന്റ് കുറച്ചൊന്ന് പോളിഷ് ചെയ്ത് കുറച്ചൊന്ന് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒക്കെ മാറ്റി ഒന്ന് സെറ്റാക്കി തരും. ഒരു അസൈൻമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ എന്താണെന്ന് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. എങ്ങനെയാണ് അവർ മാർക്ക് ചെയ്യണത്, എന്തൊക്കെ ഏരിയാസിലാണ് അവർ മാർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഇവിടെ കോണ്ടന്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ റെഫറൻസിങ്ങിന് മാർക്കുണ്ട്, ഗ്രാമറിന് മാർക്കുണ്ട്, ഫോർമാറ്റിങ്ങിന് മാർക്കുണ്ട്. സോ ഫോർമാറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കറക്റ്റായിട്ട് ഫോർമാറ്റ് ചെയ്യുക. എപ്പോഴും ടൈംസ് റോമൻ, കാലിബ്രി ഈ 2 ഫോണ്ടാണ് ഇവർ യൂസ് ചെയ്യുക ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഫോൺസ് എന്ന് പറഞ്ഞാൽ കാലിബ്രി യൂസ് ചെയ്യുന്നു തോന്നുന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ അസൈൻമെന്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വേർഡ് കൗണ്ട് ആണ്. ഒബ്വിയസ്ലി ഇവിടുത്തെ അസൈൻമെന്റ്സ് എപ്പോഴും 2500 വേർഡ് കൗണ്ടൊക്കെ ആയിരിക്കും സാധാരണ വരാറ്. ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണോ അത് മാത്രം എടുക്കുക. നല്ല കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവും. പക്ഷെ എന്താണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളെ ഡോക്യുമെന്റ് എന്താണ് ഇമ്പോർട്ടൻ്റ് അത് മാത്രം എടുത്ത് എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് വേർഡ് കൗണ്ട് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും എൻ്റെ വേർഡ് കൗണ്ട് ഓരോ പാരഗ്രാഫ് അല്ലെങ്കിൽ ഓരോ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വേർഡ് കൗണ്ട് നോക്കാറുണ്ട്. കാരണം എപ്പോഴും എൻ്റെ വേർഡ് കൗണ്ട് ഞാൻ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാറുണ്ട്. കാരണം ഓക്കെ എനിക്കറിയാം അപ്പോൾ ഇത്ര വേർഡ് കൗണ്ട് ആയി, 2000 വേർഡ് കൗണ്ട് ആയി. ഇനി എനിക്ക് കൺക്ലൂഷൻ എഴുതുമ്പോൾ ഞാൻ കണ്ടു എഴുതണം. അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും കുറയ്ക്കണമെങ്കിൽ ഞാൻ ബോഡി പോയി ജസ്റ്റ് എവിടെയും കുറയ്ക്കുക, അങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്യുക എന്ന് പറയും. ഒരു മാർക്ക് എക്സ്ട്രാ കിട്ടാൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ഫിഗേഴ്സും ടേബിൾസും ഒക്കെ
നിങ്ങളുടെ അസൈൻമെന്റിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്, നല്ല പ്രസന്റബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ടേബിൾസ് ഒബിയസ്ലി വേർഡ് കൗണ്ട് വരാത്തൊരു സാധനമാണ്. ഡിഫറൻസസ് പറയുമ്പം അല്ലെങ്കിൽ സിമിലാരിറ്റീസ് പറയുമ്പം നമുക്ക് ടേബിൾസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം സിമിലാരിറ്റി എല്ലാം പറയും. അപ്പം നമുക്ക് അവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും കോൺട്രാസ്റ്റിംഗ് ആയ കാര്യങ്ങളോ എന്തെങ്കിലും സിമിലാരിറ്റി ഉള്ള കാര്യങ്ങളോ ഈ രണ്ട് ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ പറയുവാണ്. ചിലപ്പോൾ രണ്ട് ആൾക്കാർ പറഞ്ഞൊരു തിയറീനെ പറ്റി നിങ്ങൾ പറയുവാണ്. അത് നിങ്ങൾക്ക് ടേബിൾസ് കൊണ്ടുവരാൻ പറ്റുകയാണ്. നിങ്ങളെ ടേബിൾസ് നിങ്ങൾ റെഫറൻസ് ചെയ്യണം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ടേബിൾസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ജസ്റ്റ് ഹെൽപ്സ് ടു സ്കോർ മാർക്സ്. ഞാനിപ്പോഴും പറയും, ഇവിടെ കുറേ പ്രൊഫസേഴ്സിനൊക്കെ ടേബിൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറേ ടേബിൾസ് കൊണ്ടുവരുന്ന അപ്പം ടേബിൾസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ടേബിൾസിൽ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റേൻ്റെ അളവ് കുറക്കാം. ടേബിൾ നമുക്ക് ഒരുപാട് ഭയങ്കര ലെങ്തി ആയിട്ടൊന്നും നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. ഭയങ്കര 1-2 ലൈനിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പോകണം. അപ്പോൾ നമ്മൾ എന്തോ വലിയ കാര്യം വായിച്ചിട്ട് അതാണ് നമ്മൾ ആ 2 ടേബിളിൽ നമ്മൾ ജസ്റ്റ് നമ്മളെ വേർഡ്സിൽ പറയുന്നത് അത് നമ്മൾ റെഫറൻസ് ചെയ്യണം. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്കത് ജസ്റ്റ് ഹെൽപ്സ് ടു ഗെറ്റ് മോർ സ്കോർസ്. അത്ര എനിക്ക് പറയുള്ളൂ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല, നല്ലൊരു മാർക്ക് തന്നെ അസൈൻമെൻറ്റ്സിന് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. നല്ല പ്രസൻറ്റബിൾ ആക്കി മാറ്റുക എന്നുള്ളത്, നല്ല കോണ്ടന്റ് റിച്ച് ആയിട്ടുള്ള, നല്ല റെഫറൻസിങ് ഉള്ള, നല്ല രീതിയിൽ എഴുതി വെച്ച് നല്ല ഫോർമാറ്റ് ചെയ്ത് നല്ല ടേബിൾസും ഫിഗേഴ്സും ഒക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അസൈൻമെന്റിന്റെ മെയിൻ കാര്യം. നമുക്ക് എക്സാംസ് ആകുമ്പോൾ അത്ര വലിയ എന്താ പറയുക ഒരു പുതിയ കാര്യമല്ല, നമ്മൾ ഒരുപാട് ചെയ്ത കാര്യമാണ്. ഇവിടെ ചെറിയൊരു എലമെന്റ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ ആ ടോപ്പിക്ക് നമുക്കൊരു പറയാം. നമ്മുടെ ടോപ്പിക്കിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ആ ടോപ്പിക് എന്താണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ടോപ്പിക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം ടോപ്പിക് എന്താണെന്നുള്ളത്. നമ്മൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യണം. ക്രിട്ടിക്കൽ അനാലിസിസ് എന്നൊരു എലമെന്റ്, അത് അസൈൻമെന്റിനും എക്സാമിനും ഒരുപാട് ഇമ്പോർട്ടൻറ്റ്. ക്രിട്ടിക്കൽ അനാലിസിസ്, എങ്ങനെ ആ പെർട്ടിക്കുലർ ടോപ്പിക്, എങ്ങനെ ആ പെർട്ടിക്കുലർ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി എങ്ങനെ അത് യൂസ് ചെയ്തു, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് എക്സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയാം. അവർക്ക് എന്നിട്ട് എന്തൊക്കെ അതിന് പഠിക്കാൻ പറ്റി, എന്തൊക്കെ നെഗറ്റീവ്സ് ആയിരിക്കും വന്നു. അപ്പം കുറച്ചുകൂടി ആ ഒരു പെർട്ടിക്കുലർ തിയറി അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ എത്രമാത്രം പേപ്പേഴ്സ് വായിച്ചു, ആ കോൺസെപ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് എത്ര ഐഡിയ ഉണ്ട്, നിങ്ങൾ ലെക്ചർ അറ്റൻഡ് ചെയ്തു. സോ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സാംസ് വരുമ്പോൾ. ലെക്ചർ ഹാൾസിൽ പറയുന്ന കാര്യങ്ങളും എക്സ്ട്രാ ബുക്സും എക്സ്ട്രാ പേപ്പേഴ്സും അതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ഐഡിയാസ് നമുക്ക് ഇന്ന് കിട്ടും. പക്ഷേ ഇതിൽ എക്സാംസിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ എക്സാംസിൽ നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഫുൾ ആ വേർഡ് റെഫറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇൻടെക്സ്റ്റ് സൈറ്റേഷൻസ്. സോ ഇതിൽ ഞാൻ ചെയ്ത് വെച്ചാൽ എപ്പോഴും ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പം അത് പറഞ്ഞ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ലൈനൊക്കെ ഉണ്ടെങ്കിൽ അത് ആരാ പറഞ്ഞതെന്നും ആ വർഷവും ഞാനിപ്പോൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ പറഞ്ഞ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ ഡേറ്റും ആളെയും ഓർത്ത് വെക്കുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ശ്രമിക്കുക, ഇഫ് യു ക്യാൻ. എത്ര എളുപ്പമുള്ള എന്ന് വെച്ചാൽ അത്ര നിർബന്ധമുള്ള കാര്യമല്ലേ എക്സാമിൽ റെഫറൻസസ് കൊടുക്കണം എന്നുള്ളത്, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇഫ് യു ക്യാൻ ഇറ്റ്സ് ഗുഡ്. മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ ഉള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് എക്സാംസിന് നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. 2 ടൈപ്പ് എക്സാംസ് ഉണ്ട് ഇവിടെ, ഓൺലൈൻ എക്സാംസും ഇൻ പേഴ്സൺ റിട്ടേണും ഉണ്ട്. റിട്ടേൺ എപ്പോഴും കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഓൺലൈൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മര്യാദ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സ്കോർ 70+ നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഒരു മെറിറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് നിങ്ങൾക്ക് പാസ് ആവാനും പറ്റും. ഐ തിങ്ക് ദാറ്റ്സ് എവറിത്തിങ് റിഗാർഡിങ് അസൈൻമെന്റ്സ്. സോ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ, see you in the next video. Until then, it's me signing off. Stay tuned guys, I'll be back.